ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരം പച്ചരിയും ഇതുപോലെ എടുക്കാം. നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വട്ടയപ്പത്തിലേക്ക് 1/2 കപ്പ് വെള്ളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കനം കുറഞ്ഞ വെള്ളവിലില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ അവലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവലിന് നന്നായിട്ട് കുതിർത്തെടുക്കുന്നുണ്ട്. പിന്നെ അവലിന് പകരം നിങ്ങൾക്ക് ചോറ് ചേർത്തിട്ടും വട്ടയപ്പം തയ്യാറാക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവല് കുതിർക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ വട്ടയപ്പം ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 200 ഗ്രാം ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈം ഇട്ട് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പച്ചരി കുതിർത്ത് അതിലെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവിലും കുതിർത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഞാൻ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. പിന്നെ മധുരം ക്രമീകരിക്കാൻ 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് പച്ചരി ചേർക്കാതെ അരിപ്പൊടി ചേർത്തും ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. സെയിം അളവ് തന്നെ അരിപ്പൊടി എടുത്താൽ മതി. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ശർക്കര പാനി നന്നായി അരിച്ചു മാറ്റിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയല്ല എന്ന് ഒരുപാട് ലൂസുമല്ല. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മാവ് പതഞ്ഞ് പൊന്തി വരുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടുള്ള പ്ലേസിലാണെങ്കിൽ 3 മണിക്കൂറും തണുവുള്ള പ്ലേസിലാണെങ്കിൽ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ പൊന്തി വരുന്നതാണ്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് അടങ്ങാതെ തന്നെ ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്ത് എടുക്കാൻ പാടുള്ളതല്ല. ഇപ്പം മാവ് നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ പ്ലേറ്റ് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. വട്ടയപ്പത്തിൻ്റെ കട്ടി നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടോ വേവിച്ചെടുക്കാം. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന മാവിൻ്റെ കട്ടിക്കനുസരിച്ചും നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും ടൈമിൽ വ്യത്യാസം വരും. ഇനി ഒരു ഇടത്തരം തീയിൽ 10 മിനിറ്റാണ് ഈ അപ്പം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ടൈം. ഇനി ഞാൻ അടുത്ത അപ്പം കുറച്ച് വലിയൊരു കിണ്ണത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കട്ടിയോട് കൂടിയുള്ള ഒരു വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ഇതുപോലൊരു പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വട്ടയപ്പം വെന്തോന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറിൽ വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അപ്പം റെഡിയാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈ വെച്ചൊന്ന് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടും ഇളക്കി കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞിരിക്കുന്ന അളവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ അപ്പത്തിൻ്റെ മുകളിൽ ഗാർണിഷിന് വേണ്ടി കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാനിൽ വെച്ചിരിക്കുന്ന അപ്പം റെഡിയായോ എന്ന് നോക്കാം. ഇതും നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് മാറ്റാം. ഇപ്പൊ നല്ല കട്ടിയോട് കൂടിയുള്ള ഒരു വട്ടയപ്പമാണിത്. അപ്പൊ നിങ്ങൾക്ക് കട്ടി കൂടിയ വട്ടയപ്പം വേണമെങ്കിൽ മാവ് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് മുറിച്ചു നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റോട് കൂടിയ വട്ടയപ്പമാണ്. അപ്പൊ എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ശർക്കര വട്ടയപ്പ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പീസുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.